നിങ്ങൾക്ക് ഈ വീഡിയോ ഓർമ്മയുണ്ടോ? 2024 വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇറാനിലെ തെരുവുകളിലൂടെ ഒരു ഹാഫ് നേക്കഡ് ആയിട്ട് ഒരു പെൺകുട്ടി നടക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇങ്ങനൊരു കാര്യം ചെയ്യാനുണ്ടായ കാര്യം, അവിടെ ഹിജാബ് ധരിക്കാത്ത ഒരു പെൺകുട്ടിയെ തെരുവിലിട്ട് പോലീസുകാർ തല്ലി ചതയ്ക്കുകയും ആ പെൺകുട്ടി പിന്നീട് മരിക്കുകയും ഉണ്ടായി. അതേ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഈ പെൺകുട്ടി ഹാഫ് നേക്കഡ് ആയിട്ട് അതുവഴി ഇറാനിലെ തെരുവുകളിലൂടെ നടക്കുകയുണ്ടായത്. ഇന്ന് ഖമനേയി മരിച്ചപ്പോൾ ഒരുപാട് പേര് ഖമനേയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, ഖമനേയെ പുണ്യവാനായി പ്രഖ്യാപിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾ ഇതിനു മുൻപ് അല്ലെ ഇറാനിൽ എന്തൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ, അവിടെ എന്താണ് ഖമനേയി ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഖമനേയി ഒരിക്കലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല, അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഒരു പുരുഷ മേധാവിത്വം മാത്രമാണ് ഖമനേയി അവിടെ കൊണ്ടുവന്നിരുന്നത്. അവിടുത്തെ നിയമങ്ങളാണെങ്കിലും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതും സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുത്തുന്നതുമായിട്ടുള്ള നിയമങ്ങളായിരുന്നു. അതിൽ മെയിൻ നിയമങ്ങളായിരുന്നു ഹിജാബ് ധരിക്കുക എന്നത് മാത്രമല്ലാതെ അവിടെ ഒരു ഡ്രസ് കോഡ് കൊണ്ടുവരിക, അത് അവർ സ്ത്രീകളെല്ലാവരും ഒരേ ഡ്രസ് കോഡിൽ പിന്തുടരുക എന്നുള്ളത്. അതുപോലെ സ്ത്രീകളുടെ വിവാഹപ്രായം 9 വയസ്സാക്കുക എന്നത്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കൂടി അത് സാധിക്കാതിരിക്കുക, സ്ത്രീകൾ പഠിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം. അതേ കണക്കിപ്പോൾ ഒരു സ്ത്രീക്ക് വിവാഹമോചനം വേണം, ഡിവോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ കൂടി അതിന് സ്വന്തമായിട്ട് ഒരു ഇനിഷ്യേറ്റ് എടുക്കാൻ കഴിയില്ല, അതിന് ഭർത്താവിന്റെ അനുമതി വേണം. അതുപോലെ ഇപ്പോൾ ഇൻ കേസ് അവർക്ക് വിവാഹമോചനം കിട്ടി, ഡിവോഴ്സ് കിട്ടിയാൽ കൂടി അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ളൊരു അവകാശമില്ലായ്മ, അവരവരുടെ മാതാപിതാക്കളുടെ കൂടെ മാത്രം ജീവിക്കുക, അവർക്ക് അവരുടെ ഫ്യൂച്ചറിലേക്ക് എന്തൊരു ഡിസിഷൻ എടുക്കണമെങ്കിലും അവരുടെ മാതാപിതാക്കൾക്ക് മാത്രം ആ ഡിസിഷൻ എടുക്കാൻ കഴിയുക, രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത്തരത്തിലുള്ള കുറേ സ്ത്രീകളെ ഒരു സൈഡിലേക്ക് ആക്കുക, അല്ലെ ഒരു മൂലക്കേക്ക് ആക്കുക എന്നുള്ള നിയമങ്ങളായിരുന്നു ഖമനേയി അവിടെ കൊണ്ടുവന്നിരുന്നത്. ഖമനേയി മരിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതും അവർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയതും അവർ മധുരം വിതരണം ചെയ്തതും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം അത്രത്തോളം ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഖമനേയി അവിടെ ചെയ്തത്. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരുപാട് പേര് ഖമനേയിക്ക് വേണ്ടി വാദിക്കുന്നു, അയാളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, അയാളെ പുണ്യവാനാക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം, മതപരമായ നേട്ടങ്ങളായാലും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളും ആവാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത്. പക്ഷേ നമ്മൾ ഇതിൽ നിന്നും വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ പുൽവാമ അറ്റാക്ക് നടന്നപ്പോൾ ഉണ്ടാവാത്ത ജനവികാരങ്ങളും അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ ഉണ്ടാവാത്ത ജനവികാരങ്ങളാണ് ഖമനേയി എന്ന് പറയുന്ന ഒരു നീച പ്രവർത്തകൻ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു ഭരണാധികാരി മരിച്ചപ്പോൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഉണ്ടാകുന്നത് എന്ന് മാത്രം.